ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇപ്പോൾ കുറേ ആയി നമ്മൾ റീയൂസ് ക്രാഫ്റ്റ് ചെയ്തിട്ട്. പണ്ടൊക്കെ ഇങ്ങനത്തെ ക്രാഫ്റ്റ് തന്നെയായിരുന്നു അധികം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ അമൃതപ്പൊടി ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ആ ഒരു പൊടിയുടെ പാക്കറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സംഭവം ചെയ്യാം. പിന്നെ ഈ ഒരു പൊടിയുടെ പാക്കറ്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമല്ല. ഈ ഉള്ളിൽ നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പർ പോലെ വരുമല്ലോ, അങ്ങനത്തെ ഏത് പാക്കറ്റ് എടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഈ നബാട്ടിയുടെ മിഠായിൻ്റെ പാക്കറ്റ്, നമ്മുടെ ചോക്ലേറ്റ്സിൻ്റെ പാക്കറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ബോട്ടിലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ്. വെറും ബോട്ടിലല്ല, കളറിൻ്റെ ബോട്ടിൽ തന്നെയാണ്. പിന്നെ ഏതെങ്കിലും ഒരു ഗ്ലൂ വേണം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഫെവിക്കോളിൻ്റെ ഈ ഒരു ഗ്ലൂ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഒട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ ഈ കവറൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. കൂടുതൽ ട്രയാങ്കിൾസും കൂടുതലൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ എല്ലാ ഷേപ്പും മിക്കവാറും ഇതിൽ വെട്ടിയിട്ടുണ്ടാവും. ട്രയാങ്കിൾ ഉണ്ട്, ഇക്വിലാറ്ററലും ഐസോസലസും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ട്രപ്പീസിയ ഉണ്ട്, അങ്ങനെ റെക്റ്റാങ്കിൾ ഇല്ലാതെ തോന്നുന്നു. ബാക്കി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ ക്വാഡ്രിലാറ്ററൽസാണ് പലതും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചെണ്ണം കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിൽ നമ്മുടെ മിറർ വെച്ചിട്ട് ഈ മിറർ ഗ്ലോബൊക്കെ ഉണ്ടല്ലോ, അതിന് നല്ല റേറ്റ് ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മിറർ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുള്ളായിരുന്നു. ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആക്കാൻ മാത്രമില്ല. അപ്പോൾ ഇന്നലെ മോന് അമൃതപ്പൊടി കിട്ടാറുണ്ട്. അപ്പോൾ അത് പുതിയൊരു പാക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് ഈ കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. സംഭവം എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വെറുതെ കിട്ടുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇനി ഈ നമ്മൾ കട്ട് ചെയ്ത് ഓരോ പീസസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിക്കാൻ. ആ ഗ്യാപ്പ് വരുമ്പോൾ ആ ഗ്ലാസ് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കാനൊന്നും മറക്കരുതേ. ഒരു കട്ടിങ്ങും ഒട്ടിക്കലുമാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. ബട്ട് അതാണെങ്കിൽ ഒരു ചില്ലറ പരിപാടിയൊന്നുമല്ല, കുറച്ചധികം ക്ഷമ വേണ്ട പരിപാടിയും കൂടിയാണ്. പക്ഷേ കുറച്ചധികം സങ്കടത്തോടെ തന്നെ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാം. ഞാൻ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം സക്സസ് ആണോ എന്ന് കാണിച്ചു തരണമെങ്കിൽ അത്യാവശ്യം നമുക്ക് വെയിൽ വേണം. വെയിലത്ത് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്കാണെങ്കിൽ ഇന്ന് ട്യൂഷനും ക്ലാസ്സസൊക്കെ ഉണ്ട് താനും. ഈ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ആക്കിയിട്ട് വേണം എനിക്ക് അതൊക്കെ ചെയ്യാൻ. സോ കുറേ നേരം ഞാൻ സണ്ണിനെ വെയിറ്റ് ചെയ്തു. സണ്ണിന് വരാൻ എന്തോ ഒരു മടി. അല്ലെങ്കിൽ എല്ലായിടത്തും നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടാണെന്ന് അറിയില്ല, വെളിച്ചം എന്ന് പറഞ്ഞ സംഭവം നമ്മളെ അകത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ സംഭവം ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടാനാണ് ഞാനിത് ചെയ്തത്. ആ വാളിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. പക്ഷേ സൺലൈറ്റ് തീരെ കുറവായതുകൊണ്ട് ഇത്രേ കാണാൻ പറ്റുള്ളൂ. സൺലൈറ്റ് ഉണ്ടാകുമ്പം ഇതിലാറുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.